എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫ്രഷേഴ്സിനും അവസരമുണ്ട്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 21. തസ്തികകൾ ഏതൊക്കെയാണെന്നും വേക്കൻസിയും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനി MT ഇലക്ട്രോണിക്സ് ആണ്. വേക്കൻസി 15. MT മെക്കാനിക്കൽ വേക്കൻസി 10. MT ഇലക്ട്രിക്കൽ വേക്കൻസി 4. MT കമ്പ്യൂട്ടർ സയൻസ് വേക്കൻസി 2. MT സൈബർ സെക്യൂരിറ്റി വേക്കൻസി 2. MT കെമിക്കൽ വേക്കൻസി 1. MT സിവിൽ വേക്കൻസി 2. MT ബിസിനസ് ഡെവലപ്മെൻറ്റ് വേക്കൻസി 2. MT പബ്ലിക് റിലേഷൻ വേക്കൻസി 1. MT ഫിനാൻസ് വേക്കൻസി 4. MT ഹ്യൂമൻ റിസോഴ്സസ് വേക്കൻസി 2. MT ഒഫീഷ്യൽ ലാംഗ്വേജ് വേക്കൻസി 1. അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ വേക്കൻസി 1. സീനിയർ മാനേജർ സിവിൽ വേക്കൻസി 1. ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിൽ വേക്കൻസി 1. 15 പോസ്റ്റുകളാണ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അവസരമുള്ളത്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അവസരമുണ്ട്. ഇതിലേക്ക് ശമ്പളം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റുകളിലേക്ക് ശമ്പളം ലഭിക്കുന്നത് 40,000 മുതൽ 1,40,000 വരെയാണ്. അസിസ്റ്റൻറ്റ് മാനേജറിനും 40,000 മുതൽ 1,40,000 വരെയാണ്. സീനിയർ മാനേജർ ആണെങ്കിൽ 70,000 മുതൽ 2 ലക്ഷം വരെയാണ്. ഇനി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആണെങ്കിൽ 80,000 മുതൽ 2,20,000 വരെയാണ് ശമ്പളം വരുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് പേ ആയിട്ട് ശമ്പളം വരുന്നത്. ഇനി ഓരോ തസ്തികയിലേക്കുമുള്ള പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ട്രെയിനി ഇലക്ട്രോണിക്സ് ഓർ മെക്കാനിക്കൽ ആണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി 27 വയസ്സ് വരെ, OBC 30 വയസ്സ്, SC 32, ST 32 ആണ്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ അൺറിസർവ്ഡ് 27, OBC 30, SC 32, ST 27. MT കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ അൺറിസർവ്ഡ് 27 വയസ്സ്, OBC 30, SC 27, ST 27. MT കെമിക്കൽ ആണെങ്കിൽ എല്ലാ കാറ്റഗറിക്കും 27 വയസ്സ് വരെയാണ്. ഇനി MT സിവിൽ ആണെങ്കിൽ അൺറിസർവ്ഡ് 27, OBC 27, SC 27, ST 32. MT ബിസിനസ് ഡെവലപ്മെൻറ്റ് അൺറിസർവ്ഡ് 27, OBC 30, SC 27, ST 27. MT പബ്ലിക് റിലേഷൻ എല്ലാ കാറ്റഗറിയും 27 വയസ്സാണ്. MT ഫിനാൻസ് വിത്ത് MBA ഫിനാൻസ് ഓർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അൺറിസർവ്ഡ് 27, OBC 30, SC 32, ST 27. MT ഫിനാൻസ് അൺറിസർവ്ഡ് 28, OBC 31, SC 33, ST 28. MT ഹ്യൂമൻ റിസോഴ്സസ് അൺറിസർവ്ഡ് 27, OBC 27, SC 32, ST 27. MT ഒഫീഷ്യൽ ലാംഗ്വേജ് എല്ലാ കാറ്റഗറിക്കും 27 വയസ്സ് വരെയാണ്. അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ എല്ലാ കാറ്റഗറിക്കും 28 വയസ്സ് വരെ. സീനിയർ മാനേജർ സിവിൽ എല്ലാ കാറ്റഗറിക്കും 45 വയസ്സ് വരെ. ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിൽ എല്ലാ കാറ്റഗറിക്കും 50 വയസ്സ് വരെ. അപ്പോൾ ഇതാണ് പ്രായപരിധി വരുന്നത്. ഓരോ കാറ്റഗറി അനുസരിച്ചുള്ള പ്രായപരിധി നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഓരോ തസ്തികയിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. MT ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആണ് വേണ്ടത്. ഇൻ ഡിസിപ്ലിൻ ഓഫ് ഇലക്ട്രോണിക്സ് ആണ് വേണ്ടത്. ഇനി MT മെക്കാനിക്കൽ ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ മെക്കാനിക്കൽ ആണ് വേണ്ടത്. MT ഇലക്ട്രിക്കൽ ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ഇലക്ട്രിക്കൽ ആണ് വേണ്ടത്. MT കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടത്. ഇനി MT സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. MT സൈബർ സെക്യൂരിറ്റിയിൽ ആദ്യം പറഞ്ഞ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഈ പറയുന്ന ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ പാസ്സായിരിക്കണം.
സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ, സർട്ടിഫൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂരിറ്റി, അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് MT കെമിക്കലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ദ ഡിസിപ്ലിൻ ഓഫ് കെമിക്കലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് MSc കെമിസ്ട്രിയാണ് വേണ്ടത്. അടുത്തത് MT സിവിലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ സിവിലാണ് വേണ്ടത്. അടുത്തത് MT ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി. ഡിസിപ്ലിൻസ് വരുന്നത് മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ഓർ പ്രൊഡക്ഷൻ ആണ്. കൂടാതെ 2 years MBA വേണം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓർ ഇക്വലൻ്റ് ഒക്കെയാണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് MT പബ്ലിക് റിലേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് MT ഫിനാൻസ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ ഫൈനൽ എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പാസ് ഇൻ ഫൈനൽ എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് MBA ഓർ PG ഡിപ്ലോമ ഇൻ ഫിനാൻസ് ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് MT ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഇൻ MBA ഓർ ഇക്വലൻറ്റ് അല്ലെങ്കിൽ PG ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിഗ്രി ഇൻ HR അല്ലെങ്കിൽ PM&IR അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ വർക്കാണ് വേണ്ടത്. ഇനി ലോ ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാകും. അടുത്ത പോസ്റ്റ് MT ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഇൻ MA ഹിന്ദി അല്ലെങ്കിൽ MA FHT ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഇൻ MA ഇംഗ്ലീഷ്, കൂടാതെ PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ LLB ഓഫ് 3 or 5 year ഡ്യൂറേഷൻ ആണ്. ഇനി സീനിയർ മാനേജർ സിവിൽ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിൽ ആണെങ്കിൽ ഈ 2 തസ്തികയിലേക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ദ ഡിസിപ്ലിൻ ഓഫ് സിവിൽ ആണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഓരോ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. അതായത് ഡിസിപ്ലിൻസിൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് പോസ്റ്റുകളിലേക്ക് അതാത് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST കാറ്റഗറി ആണെങ്കിൽ 55% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി ഡിപ്ലോമ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തവരാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് അത് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇവിടെ പറഞ്ഞ ക്വാളിഫിക്കേഷൻസിനകത്ത് ഓരോ ഡിസിപ്ലിനും ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ഡിസൈൻ ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇനി മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ടൂൾ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ടെക്നോളജി അങ്ങനെ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി. ഫിനാൻസ് ആണെങ്കിൽ CA, ICWA, MBA ഫിനാൻസ്, PG ഡിപ്ലോമ ഇൻ ഫിനാൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. ഇനി ഇതിൽ ചില പോസ്റ്റുകളിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. MT ഒഫീഷ്യൽ ലാംഗ്വേജ്, ഇവിടെ എക്സ്പീരിയൻസ് വേണം. വർക്ക് എക്സ്പീരിയൻസ് ഓഫ് ട്രാൻസ്ലേഷൻ ഫ്രം ഇംഗ്ലീഷ് ടു ഹിന്ദി ആൻഡ് വൈസ് വേഴ്സ, ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കും ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ ആണെങ്കിലും എക്സ്പീരിയൻസ് ആവശ്യമാണ്. സീനിയർ മാനേജർ സിവിൽ ആണെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിലിനും എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ ഈ 4 പോസ്റ്റുകളിലാണ് എക്സ്പീരിയൻസ് വേണ്ടത്. ബാക്കി പോസ്റ്റുകളിലേക്ക് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റുകളിൽ റിട്ടൺ എക്സാമും വരുന്നുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ടാകും. റിട്ടൺ ടെസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റാണ്. ഓൺലൈൻ ടെസ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് 1 വരുന്നത് സബ്ജക്റ്റ് ഓർ ഡിസിപ്ലിൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് 2
ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ് വരുന്നത്. ഇനി എക്സാം സെൻറ്റർ എവിടേക്കാണ് വരുന്നതെന്ന് നോക്കാം. ബാംഗ്ലൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ, ട്രിവാൻഡ്രം ആൻഡ് വിജയവാഡയാണ്. അപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്താണ് എക്സാം സെൻറ്റർ വരുന്നത്. ഇനി അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ, സീനിയർ മാനേജർ സിവിൽ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിൽ പോസ്റ്റുകളിലേക്ക് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ, എക്സാം വരുന്നില്ല. ഇനി ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അൺറിസർവ്ഡ് EWS OBC കാറ്റഗറിക്ക് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ഓർ ST കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി SC ST അല്ലെങ്കിൽ OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതാണ്. EWS കാറ്റഗറി ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ. ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് BDLindia.in ആണ്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, SC ST OBC EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അതാത് കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നീട് നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യണം. സെമസ്റ്റർ വൈസും ഇയർ വൈസും ഉള്ള മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റുകൾ എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ, സീനിയർ മാനേജർ സിവിൽ ഓർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിൽ പോസ്റ്റുകളിലേക്കാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ബയോഡേറ്റയുടെ പ്രൊഫോമ കിട്ടുന്നതാണ്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സൈറ്റിൽ കരിയർ സെക്ഷനിൽ ബയോഡേറ്റ പ്രൊഫോമ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ്. ഈ പ്രൊഫോമയുടെ കൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ സ്ലിപ്പും കൂടെ ചേർത്തിട്ട് നിങ്ങളുടെ എല്ലാ മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സും കൂടെ ചേർത്ത് രജിസ്റ്റേർഡ് ആയിട്ടോ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ നിങ്ങൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ്. പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് DGM CHR TACP ആൻഡ് CSR, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, കോർപ്പറേറ്റീവ് ഓഫീസ്, പ്ലോട്ട് നമ്പർ 3938, TSFC ബിൽഡിംഗ് നിയർ ICIC ടവർ, ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട്, ഗാച്ചിബൗളി, ഹൈദരാബാദ്, തെലങ്കാന. പിൻകോഡ് 500032. ഈ പോസ്റ്റ് കിട്ടേണ്ട അവസാന തീയതി ഫെബ്രുവരി 28 ആണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ 3 പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മാത്രം പോസ്റ്റ് അയച്ചാൽ മതി. മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റുകളിലേക്കാണെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ്സും അയച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അപേക്ഷ ആരംഭിക്കുന്നത് ജനുവരി 30 മുതലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 21 ആണ്. പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 28 ആണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരാൻ സാധ്യതയുള്ളത് മാർച്ച് മാസത്തിലായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട, BDLindia.in ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്ന വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫ്രഷേഴ്സിനും അവസരമുണ്ട്, നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.